ഹലോ ഗായ്സ്, ഞങ്ങൾ നാലാളും ഞങ്ങൾ നന്ദപ്പൻ്റെ വീട്ടിൽ പോകണം ഗായ്സ്. ഇപ്പോൾ 5 മണിയൊക്കെ ആയിട്ടുണ്ടാവും സമയം. നമ്മളിപ്പോൾ ഇറങ്ങിയേക്കാണ്. ഇപ്പോൾ ഒരു മഴക്കോളൊക്കെ ഉണ്ട് ഗായ്സ്. പക്ഷെ ഇപ്പോൾ ക്യാമറ കാണിച്ചത് തിരിയില്ല, ഇത് മനസ്സിലാവില്ല നിങ്ങൾക്ക്. ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് പോകും. അതിന് മുന്നോടിയായിട്ട് മുന്നോടിയായിട്ട് നന്ദപ്പൻ്റെ വീട്ടിൽ പോയി അമ്മ, അച്ഛൻ, അനിയത്തി, എസ്പെഷ്യലി നന്ദ ഫുഡ്, ഇതിനൊക്കെ വേണ്ടിയാണ് ഞങ്ങൾ നന്ദയുടെ വീട്ടിൽ പോകുന്നത്. പിന്നെ കുറച്ച് ടൈം അവിടെ പോയി സ്പെൻഡ് ചെയ്യുക, എൻജോയ് ചെയ്യുക. അതൊക്കെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇത് നിങ്ങൾ യൂട്യൂബിൽ കാണുന്നതായിരിക്കും ഗൈസ്. പറയൂ. ഇതാണ് ഗൈസ് ഞങ്ങളുടെ വ്ലോഗ്. ഞാൻ പിന്നണിയിൽ മാത്രം പ്രവർത്തിക്കുന്നു. ഞങ്ങളുടെ വ്ലോഗർ. എന്റെ മുന്നണി. ഇത് യൂട്യൂബ് ഇല്ലാത്ത വ്ലോഗർ, ഇത് യൂട്യൂബ് ഉള്ള വ്ലോഗർ ഗൈസ്. അപ്പം ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. മഴ പെയ്യുമെന്ന് തോന്നുന്നു. ഒരു കുടയൊക്കെ ഞങ്ങൾ കരുതിയിട്ടുണ്ട്. ഒരു കുടയൊക്കെ ഞങ്ങൾ കരുതിയിട്ടുണ്ട്. ഒരു കുടയും 4 പെങ്ങന്മാരും. ഇതാണ് നിങ്ങളുടെ ലക്ഷ്യം. സോ ഇപ്പം ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പെട്ടെന്ന് നടന്നില്ലെങ്കിൽ മഴ നനയും. അതുകൊണ്ട് നമ്മൾ സ്പീഡിൽ നടക്കുക. അതെ, ഇടനാഴികളാണിത് ഗൈസ്. ഞങ്ങൾ പള്ളിയിൽ ഫുഡ് വാങ്ങിക്കാൻ പോവായിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് ജാഥയായിട്ട് ഞങ്ങൾ കുറച്ച് പേര് തലേ തുണിയൊക്കെ ഇട്ട് പേരുമാറ്റൽ ചടങ്ങൊക്കെ നടത്തിയതിന് ശേഷമാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. നല്ല ബീഫും നല്ല പത്തിരി, എന്താ പറയുന്നത്, ജ്യൂസ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പറ്റിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈ ക്യാമറ തിരിക്കാൻ പറ്റത്തില്ല, അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം ആയിട്ട് പറയാനുള്ളത്. ക്യാമറ തിരിക്കാൻ പറ്റത്തില്ല ഗായ്സ്. ഞങ്ങളിപ്പോൾ ഇവിടുത്തെ മുസ്ലിം പള്ളിയുടെ അടുത്ത് എത്താറായി. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ പെരുന്നാളല്ലേ, പെരുന്നാളിന് നോയമ്പിന് 1 മാസത്തെ നോയമ്പിന് ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ഫുഡ് ഞങ്ങൾ വയററിയാതെ കഴിച്ചിട്ടുണ്ട് ഗായ്സ്. ഞങ്ങളെല്ലാ മതത്തെയും ബഹുമാനിക്കുന്നവരാണ്. അതുകൊണ്ട് കുറച്ച് പേരൊക്കെ തലേ തുണിയൊക്കെ ഇട്ട് വ്രതമൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിക്കാറുണ്ട്. പിന്നെ എന്താ പറയുന്നത്, നല്ല ഇറച്ചിയും നല്ല പത്തിരിയും അപ്പവും കോഴിക്കറിയും സ്റ്റൂവും ഒന്നും വേണ്ട, ബിരിയാണി, നെയ്ച്ചോറ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾക്ക് പള്ളിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. 1 മാസം ഞങ്ങൾ കുശാലായിട്ട് ജീവിച്ചു ഗായ്സ്. ഔട്ട്ഫിറ്റ്, താങ്കളുടെ ഔട്ട്ഫിറ്റ് വെറുത്തൊന്ന് പറയാവോ? 100 രൂപയുടെ ടീഷർട്ട്, 50 രൂപ പാൻറ്, 20 രൂപയുടെ ഷർട്ട്. ഇത് സൂപ്പർ ട്രെൻഡ്സ്, ഇത് മാക്സ്. ഇട്ടേക്ക് നാളെ കടയിൽ നിന്ന് വാങ്ങിച്ചു ഗൈസ്. ഇതാണ് ഞങ്ങളുടെ നർഗീസ് ജോലി ചെയ്യുന്ന കട ഗൈസ്. കണ്ടാൽ ലുക്കില്ലെന്നേ. അതെ അതെ അതെ, ഇപ്പം മഴ പെയ്യുന്നേ. അതെ അതെ, അടിമുടി അങ്ങ് ഇവരെന്നെ കൂട്ടാതെ വേഗം പോവുകയാണ്, നടന്നകലുകയാണ്. കഴികട്ടിയാൻ പോകുന്ന അല്ലുമോളാണ്. എൻ്റെ ഇതാണ് അല്ലുമോൾ, ഈ നീല ചുരിദാരിട്ടാണ് അല്ലു. ഇതാണ് ആര്യമോൾ. ഇതാണ് എൻ്റെ എൻ്റെ മാത്രം ബിന്യാമിൻ്റെ സ്വന്തം ബിസ്മി, എൻ്റെ മാത്രം ഗായ്സ്. ഇത് കണ്ടോ, ഈ ഹെൽമെറ്റ് ഇവിടെ എപ്പോഴും ഉണ്ടാവുന്നതാണ്. ഇതാണ് നമ്മുടെ പ്രോ ഗായിക ബിസ്മി. ഇതാണ് ആര്യ, ഇതാണ് എന്റെ അല്ലു, ഇതാണ് കണ്ടോ. പക്ഷെ ഇതിലെ കാർട്ടിങ് കൊള്ളാം. ഗൈസ്, ഞങ്ങൾ നന്ദയുടെ വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ സ്വന്തം നന്ദയുടെ വീട്. എന്തപ്പോ ഗൈസ്, ആരും കേൾക്കുന്നില്ല. നമുക്കിവിടെ ഹോളിംഗ് ബെൽ അടിച്ചു നോക്കാം.
ഇതാണ് ഞങ്ങളുടെ സ്വന്തം നന്ദപ്പൻ. കണ്ടിരിക്കുന്നുണ്ടോ? ഇവിടെ നോക്ക്, തേക്കോ ചിന്നുമോൾ. ഇതേ അമ്മ ഓടിപ്പോയി ഗായ്സ്. വെള്ളമാണ്, ഐസിട്ട വെള്ളം. ഗായ്സ് ഞങ്ങൾ തിരിച്ചു പോകാൻ പോവുകയാണ്. ആരെയും കാണുന്നില്ല, എല്ലാരും ഇവിടെ. ഇതേ ഒരു കുടക്കീഴിൽ 2 പേര്. എൻ്റെ ആര്യമോള് വന്നേ, സങ്കടപ്പെടണ്ട, വ്ളോഗ് എടുക്കാം. ഒന്നും കാണാൻ പറ്റുന്നില്ല ഗായ്സ്. എൻ്റെ കൊച്ചു ഓക്കെ കണ്ട്